രാമചന്ദ്രന് നാടിൻ്റെ അന്ത്യാഞ്ജലി. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ കേരളം ഗോവ ഗവർണറും മന്ത്രിമാരും അന്തിമോപചാരം അർപ്പിച്ചു. വിജിത ചേരുന്നു വിവരങ്ങളുമായി. വിജിത, ആ ഒരു പൊതുദർശനം അവസാനിച്ചു, അത് കഴിഞ്ഞ് വിലാപയാത്ര ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ. എന്തൊക്കെയാണ് ആ സ്ഥലത്തു നിന്നും വിജിതയ്ക്ക് തരാൻ കഴിയുന്ന വിവരങ്ങൾ? കാളിദാസ്, ഇവിടെ വീട്ടിലുള്ള മതപരമായ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പം മുൻപാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ കുറച്ചു മുന്നെയാണ് സുരേഷ് ഗോപി എത്തിയത്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ പ്രാദേശിക നേതാക്കളും എല്ലാം തന്നെ ഈ ഒരു വീടിന് ചുറ്റും തന്നെ നിലവിലുണ്ട്. സുരേഷ് ഗോപി എത്തി, കുടുംബത്തെ കണ്ടു, കൃത്യമായി ഒരു അനുശോചനമെല്ലാം രേഖപ്പെടുത്തി കുടുംബത്തിന്റെ സങ്കടത്തിലെല്ലാം തന്നെ പങ്കുചേർന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഏകദേശം ഒരു 12:30യോടെല്ലാം കൂടെ ഇതിൽ നിന്നും ഭൗതിക ശരീരം പള്ളിയിലേക്ക് മാറ്റും എന്നുള്ള കാര്യമാണ് പറയാൻ കഴിയുക. 12 മണിയോട് കൂടി മാറ്റും എന്നുള്ള കാര്യമാണ് ആദ്യം സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെയും ആളുകൾ അത്യാവശ്യം വരുന്നുണ്ട്. എല്ലാവരും അവസാന കാണാനായി, അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എല്ലാം തന്നെ, അർപ്പിക്കാനായി എല്ലാം തന്നെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 12 മാറ്റാൻ കഴിയുന്നത് തന്നെയാണ് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുടുംബത്തിന്റെയും ഒരു താല്പര്യം തന്നെയാണ് അധികം വരുന്നത്. സംസ്ഥാനത്തിലേക്കെല്ലാം തന്നെ കാര്യമാണ്. ഭീകരാക്രമണത്തിൽ മരിച്ച രാമചന്ദ്രൻ്റെ മൃതദേഹം വിലാപയാത്രയായി ഈ സംസ്കാരം ചടങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മതപരമായ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുന്നു എന്നുള്ള തരത്തിലാണ്. വിജിത ചേരും അല്പസമയത്തിനുള്ളിൽ വിവരങ്ങളുമായി. 12 മണിയോടെ സംസ്കാര ചടങ്ങുകളൊക്കെ തുടങ്ങുമെന്നുള്ളതായിരുന്നു ലഭിച്ചിരുന്നത്. വിജിത, സംസ്കാര ചടങ്ങുകൾ ഒക്കെ ആരംഭിച്ചിരിക്കുന്നു. മതപരമായ ചടങ്ങുകളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് തോന്നുന്നു, അല്ലേ? അതെ, ഇപ്പോൾ മതപരമായിട്ടുള്ള ചടങ്ങുകളാണ്. ഉറ്റവരും ഉടയവരുമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാമചന്ദ്രന്റെ മകനാണ് ചടങ്ങുകളെല്ലാം ചെയ്യുന്നത്. അതിനുശേഷം ഏകദേശം 12:30യോട് കൂടിയൊക്കെ ഈ ഒരു ഇടപ്പള്ളിയിലെ പൊതുശ്മശാനത്തിലേക്ക് മാറ്റും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറയാൻ കഴിയുക. ഏകദേശം 12 മണിയോട് കൂടി തന്നെ മാറ്റുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെയും അത്യാവശ്യത്തിലധികം തന്നെ ജനത്തിരക്ക് എഴുതിയുമുണ്ട്. ആളുകൾ വന്നും പോയും എല്ലാം ഇരിക്കുന്നുണ്ട്. രാമചന്ദ്രനെ അവസാനമായിട്ട് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി എല്ലാം തന്നെ നിരവധി ആളുകൾ ഇവിടെയും എത്തുന്നുണ്ട്. അവസാന നിമിഷത്തിൽ ആ ഒരു അനുശോചനം അറിയിക്കാനും കുടുംബത്തെ കാണാനും കുടുംബത്തിന്റെ ഒരു സങ്കടത്തിൽ പങ്കുചേരാനും ഒരുപാട് ആളുകൾ, ഒരു നാടിന്റെ തന്നെ ഒരു കണ്ണീര് തന്നെയാണ് ഇവിടെ കാണാനാവുന്നത്. നാടും നാട്ടുകാരും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നതാണ് ശരി. എന്തായാലും ഏകദേശം 12 മണിക്ക് ശേഷം ആയിരിക്കും, 12:30യോടൊക്കെ കൂടി ആയിരിക്കും ഈ ഒരു ഭൗതിക ശരീരം ഇവിടെ നിന്നും ഇടപ്പള്ളിയിലെ പൊതു ശ്മശാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും ഏകദേശം ഒരു 11 മണിയോടെ 10-10:15 കൂടിയാണ് ഇവിടെ ഒരു ഭൗതിക ശരീരം എത്തിയത്. അതിനുശേഷം തന്നെ എല്ലാ ഭൗതിക ശരീരം ചടങ്ങുകൾക്ക് വേണ്ടി മാറ്റുകയായിരുന്നു. അല്പം മുൻപാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബത്തെ സന്ദർശിച്ച് അനുശോചനമെല്ലാം അറിയിച്ചത്. വലിയ രീതിയിൽ തന്നെ പ്രവർത്തകരും, അതോടൊപ്പം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു. പ്രവർത്തകരുമെല്ലാം അവരുടെ ആ ഒരു രോക്ഷവും ആ ഒരു സങ്കടവും എല്ലാം അറിയിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് മുൻപ് കണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ മുഴുവൻ കണ്ണീരാണ് ഇവിടെ എന്ന് പറയാം. കാരണം നാടിനും നാട്ടുകാർക്കും ഒക്കെ അത്രമേൽ പ്രിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു രാമചന്ദ്രൻ. ചേതനയേറ്റ് തിരിച്ച് ഈ ഒരു വീട്ടിൽ സ്വതതുല്യമായിരുന്ന ആ ഒരു കുടുംബത്തിനേറ്റ വലിയൊരു മുറിവ് തന്നെയാണെന്ന് പറയേണ്ടി വരും. അവരുടെ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമുള്ള ഒരു സങ്കടം തന്നെയാണ് അത്. അവിടെയുള്ള ഉറ്റവരുടെയും ഇടയരുടെയും എല്ലാം മുഖത്തേക്ക് നോക്കുമ്പോൾ മുഖത്ത് നിന്നും നമുക്കത് വ്യക്തമാണ്. ഒരിക്കലും സമയമെടുത്ത് ഇറങ്ങുന്ന ഒരു വലിയ മുറിവായി തന്നെ അവരുടെ എല്ലാം മനസ്സിലത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഏകദേശം 12:30യോടൊക്കെ കൂടിയ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും എന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. രാവിലെ 7 മണിക്കാണ്
ഈ ഒരു മൃതദേഹം ഈ ഒരു കൊച്ചി ആശുപത്രിയിൽ നിന്ന് മോർച്ചറിയിൽ നിന്ന് മകനും മകളും ഏറ്റുവാങ്ങുന്നത്. അതിനുശേഷം 7:08 പറഞ്ഞെങ്കിലും ഏകദേശം 7:06 ഈ ചങ്ങമ്പുഴ പാർക്കിൽ ഭൗതിക ശരീരം വിശുദ്ധീകരിച്ചു. അതിനുശേഷം ആയിരങ്ങളാണ് ഈ ഒരു ഭൗതിക ശരീരത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനും പൂക്കൾ അർപ്പിക്കുന്നതിനും എല്ലാമായി ആയിരങ്ങളാണ്. ഒരുപാടധികം ജനങ്ങൾ കണ്ടും കേട്ടും എല്ലാം അറിഞ്ഞ് രാമചന്ദ്രനെ പരിചയമുള്ളവർ വാക്കുകൾ കൊണ്ട് ഒരിക്കലും ഒരു ആ ഒരു ബന്ധം, ആത്മബന്ധം കൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാം ഇടയിലുള്ള ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ എല്ലാവരുടെയും അത്രയും പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. കേട്ടറിഞ്ഞിട്ടും കണ്ടറിഞ്ഞിട്ടും ഒരുപാട് പേര് ഇവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു സമയത്ത് ഇവർ കാശ്മീരിലേക്ക് പോയ സമയത്ത് തന്നെ അവിടെ യാത്ര ചെയ്തിരുന്ന, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ പ്രദേശത്തായിട്ടൊക്കെ ഉണ്ടായിരുന്നവരടക്കം ഈ ഒരു ഇടപ്പള്ളിയിലെ പൊതുദർശനത്തിൽ എത്തിയിരുന്നു അദ്ദേഹത്തെ കാണാൻ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടെല്ലാം തന്നെയാണ് ഈ ഒരു 9 മണിക്ക് അവിടെ നിന്നും പൊതുദർശനം കഴിഞ്ഞ് ഇവിടെ മൃത ശരീരം ഈ വീട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ അത് തന്നെയാണ് വിജിത, വലിയ വിടവാണ്, നാടിന്റെ കണ്ണീരാണ്. പ്രധാനമന്ത്രി സൂചിപ്പിച്ച പോലെ രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവാണ് ഈ ഒരു ഭീകരാക്രമണമെന്നുള്ളത്. അതിൽ കണ്ണീരോടെ ഓർക്കുകയാണ് ആ ഭീകരാക്രമണത്തിനിരയായവരെ. മരിച്ച രാമചന്ദ്രനെ വീണ്ടും വീണ്ടും ഇറനോടെ ഓർക്കുകയാണ് നാട്. വിജിതയാണ് വിവരങ്ങൾ നൽകിയത്.